പെട്ടെന്നുണ്ടായൊരു തോന്നല് ഗ്ലെൻറ്റല കാണാൻ പോയൊരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വ്ലോഗ്. വെൽക്കം ടു ബിയാദി എക്സ്പ്ലോറർ. ഇന്ന് നമുക്ക് വിക്ലോ കൗണ്ടിയിൽ ഗ്ലെൻറ്റല കാണാം. ഇൻസ്റ്റഗ്രാം നോക്കി ഇരുന്നപ്പോഴാണ് പാഡി വാഗൻ ടൂർസ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂർ കമ്പനി നടത്തുന്ന കുറച്ച് ടൂർ പാക്കേജസ് കാണുന്നത്. കൗതുകവും എടുത്തുചാട്ടവും ഒക്കെ കൂടുതലായതുകൊണ്ട് തന്നെ €33 കണ്ട ഹാഫ് ഡേ ഗ്ലെൻറ്റലോ ട്രിപ്പ് ഞാൻ ബുക്ക് ചെയ്തു. അതായത് നെക്സ്റ്റ് ഡേയിലേക്കാണ് ഞാൻ ബുക്ക് ചെയ്തത്. ആഫ്റ്റർനൂൺ 1:30 ട്രിപ്പായിരുന്നു ഞാൻ ചൂസ് ചെയ്തത്. എൻ്റെ പിക്കപ്പ് പോയിന്റ് വരുന്നത് നമ്മുടെ ഒക്കോണൽ സ്ട്രീറ്റിലുള്ള ഗാർഡ് ഓഫീസിൻ്റെ ഫ്രണ്ടിലത്തെ ബസ് സ്റ്റോപ്പായിരുന്നു. അന്നത്തെ ട്രിപ്പിൽ കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്നോ രണ്ടോ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടാണ് വന്നിരുന്നത്. ഞാൻ മാത്രമായിരുന്നു തനിച്ച് വന്നൊരാൾ. ഡബ്ലിൻ സിറ്റി സെൻറ്ററിൽ നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 30-45 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഗ്ലെൻറ്റലോ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അവിടെ എത്തിക്കഴിയുമ്പോഴേക്ക് നമുക്കൊരു 1.5 hours അവർ തരും. അതായത് നമുക്ക് തന്നെ നടന്നു പോയി അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വരാം. വിക്ലോ മൗണ്ടൻസിലെ വളരെ ബ്യൂട്ടിഫുള്ളായ ഈ ഗ്ലെൻറ്റലോയെ പറയുന്നത് വാലി ഓഫ് 2 ലേക്സ് എന്നാണ്. അതായത് അപ്പർ ലേക്കും ലോവർ ലേക്കും ഉണ്ട്. നമ്മളെ കൊണ്ടുവിടുന്നത് വിസിറ്റേഴ്സ് സെൻറ്ററിൻ്റെ അടുത്തുള്ള പാർക്കിങ്ങിലായിരിക്കും. അവിടുന്ന് നമ്മൾ ലോവർ ലേക്ക് വഴിയാണ് നടക്കുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ മെയിൻ ലേക്ക് വരെ എത്തണം. ആദ്യം നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് മൊണാസ്റ്റിക് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസിലാണ്. അത് സെയിൻറ്റ് കെവിൻ 6th century കണ്ടെത്തിയ ഒരു സ്ഥലമാണിത്. അവിടെ അയർലൻഡിലെ തന്നെ ഫേമസ് ആയിട്ടൊരു ലാൻഡ്മാർക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു റൗണ്ട് ടവർ. ഈ കാണുന്നതാണ് 33 meters ഹൈറ്റുള്ള 1000 വർഷം പഴക്കമുള്ള ഇന്നും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ടവർ. അതൊക്കെ കണ്ട് കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ ഞാൻ ലോവർ ലേക്കിൻ്റെ അടുത്തെത്തി. അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ ശ്രമിച്ചു. എനിക്കൊരു ട്രൈപോഡ് ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ അങ്ങിങ്ങായിട്ട് എനിക്ക് എടുക്കാൻ പറ്റി. പിന്നെ സമയം വളരെ ലിമിറ്റഡ് ആയിരുന്നുകൊണ്ട് തന്നെ എല്ലാം ഓടി നടന്നാണ് കാണേണ്ടി വന്നത്. എന്തായാലും ലോവർ ലേക്കിൻ്റെ അവിടുന്ന് ഒരു 20 minutes നടന്നപ്പോൾ തന്നെ ഞാൻ മെയിൻ ലേക്കിൻ്റെ അടുത്തെത്തി. വളരെ പീസ്ഫുള്ളായിട്ടൊരു പ്ലേസ് ആയിരുന്നു. ഈ ഒരു വിക്ലോ മൗണ്ടൻസിനെ ഞാൻ ഓർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനൊരു 15 വർഷം മുന്നേ ഒരു സിനിമ കണ്ടു. അതായത് PS I Love You. അതിൽ നായകനും നായികയും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് വിക്ലോ മൗണ്ടൻസിൽ വെച്ചിട്ടാണ്. PS I Love You ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ഒരു ബ്രിഡ്ജ് തന്നെ വിക്ലോ മൗണ്ടൻസിലുണ്ട്. അതിന് നെക്സ്റ്റ് ടൈം പോയി കാണണം. പക്ഷേ ഇതൊക്കെ ഞാൻ അറിയുന്നത് 2 വർഷം മുന്നേ അയർലൻഡിൽ വരാൻ നേരം അയർലൻഡിനെ കുറിച്ച് ഇൻ്റർനെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത സമയത്താണ്. അത് അന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സർപ്രൈസ് ആയിരുന്നു. നടന്ന് തകർത്തോണ്ടിരിക്കുക. അങ്ങനെ എന്തായാലും മെയിൻ ലേക്കൊക്കെ കണ്ടിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഞാനിങ്ങനെ നടന്നും ഓടിയൊക്കെ പറഞ്ഞ സമയത്ത് തന്നെ തിരിച്ചെത്തി അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ ഞങ്ങളുടെ ബസ് അവിടെ എത്തി. ഇന്നത്തെ ഈ ഒരു കൊച്ചു ട്രിപ്പ് ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. ബൈ.